ലില്ലി എന്തോ സുലി ചേച്ചി ആ വാ. എന്തുണ്ട്? എവിടെങ്കിലും പോയാ? അങ്ങും പോയില്ല. അല്ല, നല്ല ചുരിദാറൊക്കെ ഇട്ടേക്കണം. ഇതാ നല്ലതല്ലായിരുന്നു, പുതിയതല്ലായിരുന്നാ? പുതിയതല്ല, കൊറേ ഇട്ടതാണ്. പക്ഷെ കണ്ടിട്ട് പുതിയ പോലെ ഇരിക്കണം. ഇൻഡക്ഷൻ കുക്കർ ഉണ്ടോ? എന്റെ പൊന്നെ, ഇൻഡക്ഷൻ കുക്കർ കേടായി പോയി. കഴിഞ്ഞ ദിവസം ഇവിടെ ഗ്യാസ് തീർന്നേ. ഇവിടെ ഇൻഡക്ഷൻ കുക്കർ എടുത്ത് വെച്ചപ്പോ അത് വർക്ക് ചെയ്യുന്നില്ല. പിന്നെ ഞാൻ സൂഫിയുടെ അടുത്തുനിന്ന് പോയി വാങ്ങിച്ച്. അതാ ഇവിടെ ഇരിക്കുന്നത്. എന്തു പറ്റി? എന്റെ ഗ്യാസ് തീർന്നു പോയി. അയ്യോ, അത് മതിയാ? അത് മതി, ഞാൻ പിന്നെ കൊടുത്താൽ മതി. എന്നിട്ട് ഗ്യാസ് വന്നു കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് കൊടുത്താൽ മതി. എന്തു പറ്റി? ബുക്ക് ചെയ്തില്ലേ? ബുക്ക് ചെയ്താ ഇപ്പൊ ഗ്യാസ് പിറ്റേന്ന് തന്നെ കൊണ്ടുവരൂലേ ലില്ലി? പൈസ വേണ്ട എടുക്കാൻ. ഗ്യാസ് ഇല്ലാതെ വല്ല പണി നടക്കും. തന്നെ കഞ്ഞി വെക്കാല്ല, അതൊക്കെ എന്ത് ചെയ്യാൻ? തമ്പിച്ചേട്ടൻ ഇപ്പൊ നാടകം കുറവാണ്. ഇപ്പൊ നാടകമൊന്നും ഇല്ലല്ലോ. 10 മണിക്ക് മുമ്പ് അമ്പലങ്ങളിൽ പരിപാടി നിർത്തണ്ടേ, പിന്നെ എങ്ങനെ നാടകം നടത്തും? അത് ശരിയാ. എന്നെ കഴിഞ്ഞ ദിവസം ഒരു പരിപാടിക്ക് വിളിച്ച്, നമ്മുടെ ഡാൻസ് ക്ലാസ്സിലെ പിള്ളേരുടെ ഡാൻസ് വെക്കുമെന്ന് ചോദിച്ചു വിളിച്ച്. എന്നിട്ട് അവര് പറയണേ 1 മണിക്കൂർ മതിയെന്ന്. ഇപ്പൊ അങ്ങനെ 7:30 ഒക്കെ ആവുമല്ലോ, അമ്പലത്തിലെ ദീപാരാധന കഴിഞ്ഞ 7:30 7:45 ആവുമല്ലോ. അപ്പൊ 10 മണിക്ക് മുന്നേ നിർത്തുകയും വേണം. അപ്പൊ ലില്ലി ഒരു മണിക്കൂറുള്ളൊരു ഇത് മതിയെന്ന്. അപ്പൊ ഞാൻ പിന്നെ പിള്ളേരൊന്നും അത്ര സെറ്റ് ആവാഞ്ഞോണ്ട് ഞാൻ പിന്നെ വേണ്ടാന്ന് വെച്ചു. ഇപ്പൊ അവരെല്ലാം അങ്ങനെ തന്നെ, 1 മണിക്കൂറോ 1 മണിക്കൂറോ ഒക്കെ ഉള്ള പരിപാടികൾ. നാടകമൊക്കെ ആണെങ്കിൽ 2 മണിക്കൂറൊക്കെ ഇല്ല. എങ്ങനെ കഴിയാനാ? പകുതി വെച്ച് കട്ടനിട്ട് ഈ പോലീസുകാരന്മാര് നിർത്തും വന്ന്. പണ്ടൊക്കെ ആണെങ്കിൽ 2ഉം 3ഉം നാടകങ്ങൾ വെളുക്കണവരെയൊക്കെ തമ്പിച്ചേട്ടൻ പോയിട്ടുണ്ട്. പൈസയ്ക്കും ബുദ്ധിമുട്ടില്ലായിരുന്നു. എനിക്കറിഞ്ഞൂടെ ഇനി എങ്ങനെ ജീവിക്കുമെന്നുള്ളത്. ഇനിയിപ്പോ എന്താ, ചോറ് ഇതിൽ വെക്കാമല്ലോ? കഞ്ഞിയായിട്ട് വയ്ക്കുക, അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാൻ? കറി എന്ത് വെക്കും? കറി ഇത്തുപോലെ ചെമ്മീൻ ഇരിപ്പുണ്ട്, അതിട്ട് ചമ്മന്തി അരയ്ക്കും. പച്ചക്കറി എന്നും എല്ലാവരും മുത്തുപിടിക്കാൻ പറ്റും. ക്യാബേജൊക്കെ ഇരിക്കുന്നു. വേണ്ട, കൊണ്ടുപോകും. വേണ്ടെന്ന് ചമ്മന്തി അരയ്ക്കാം. ആണോ? പൈസ വല്ലതും വേണം? വേണ്ട, പൈസ എന്നാ ഞാൻ തിരിച്ചു തരണ്ടേ? നാടകം ഇല്ലാതെ ഞാൻ വാങ്ങിച്ചോണ്ട് പോയിട്ട് എന്ത് ചെയ്യാൻ? ശരി. അല്ല, തങ്കം അവിടെ പോയി കണ്ടില്ല. ചേച്ചി കൊച്ചും കൂടെ പാലേക്ക് പോയി. പപ്പയ്ക്ക് കൊച്ചിനെ കാണുമെന്ന് പറഞ്ഞിട്ട്. ഇങ്ങോട്ട് വരത്തില്ല, ഇനി ഇവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോയി. ഇവിടെ വന്ന് 2 ദിവസം നിന്നിരുന്നെങ്കിൽ നമുക്കും കാണാറുന്നല്ലോ പപ്പേനെ. അവിടെ ജോലിയാണ്, കൃഷിയൊക്കെ. പിന്നെ ജോലി ഒന്നുമല്ല. കിറ്റ് വേണോ സുലി ചേച്ചി? അത് വേണ്ട, ഇതും കൊണ്ട് ഞാൻ പോട്ടെ. കുറച്ചും കൂടെ നിന്നാ ഞാൻ മീൻകറി തരായിരുന്നു. വേണ്ട. അവിടെ ഇരിപ്പുണ്ട്. വാ 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 വാ. പതുക്കേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓലക്കാലിടയ്ക്ക് പോയി എന്തിനു കൈയിട്ടത്? ഏത് ഇതോ? ഇത് ഇവിടുന്ന പഴുക്ക് ഒന്നാ ഷുഗർ ഉള്ളതാണ്. പിന്നെ മറ്റമ്മ ജോലി കളഞ്ഞ് ഇത് ഈ ചായപ്പിനകത്ത് പോയി കൈയിട്ട് വാരല്ലേന്ന് എത്ര പ്രാവശ്യം പറഞ്ഞു. അവിടെ ഇഴജന്തുക്കളുള്ളയില്ലേ? എന്ത് തിരക്കിയത് അവിടെ? ചെറുക്ക ഈ പേപ്പറൊക്കെ കൂടെ കൊണ്ട് കളഞ്ഞപ്പോഴത്തേക്ക് എന്റെ പാസ്ബുക്കിൽ അതിലുണ്ടായിരുന്നാന്ന് എനിക്കൊരു സംശയം തോന്നി. പാസ്ബുക്ക് ചായപ്പി കൊണ്ട് കളഞ്ഞ? ഇല്ലടാ, എന്റെ മെത്തരകയിലുണ്ടായിരുന്നു. പൈസ മാത്രം കൃത്യമായിട്ട് അവിടെ വെക്കും, ബാക്കി എല്ലാം കൊണ്ട് കളയും. അതുകൊണ്ട് നീയൊക്കെ ചോദിക്കുമ്പോ വല്ലതും തരാനൊക്കുന്നത്. അങ്ങനെ ഈ ട്രഷറിന്ന് വരും, ആ പൈസ എന്നെ ഏൽപ്പിച്ചാൽ പോലെ വല്ല പാടുണ്ട്. ഞാൻ തരത്തില്ല. ഞാൻ എന്ത് ചെയ്യണം? അതാണ്ട് ചെറിയ വേദന എടുക്കും. വരുന്നുണ്ട്. പതുക്കെ കഴിഞ്ഞു. മോളെ അവൻ ഡ്യൂട്ടിക്ക് പോയാ? ഡ്യൂട്ടിക്ക് പോയി. അവളെന്തെങ്കിലും കഴിച്ചായിരുന്നാ? കഴിച്ച അമ്മ കഴിച്ചോ? ഞാൻ കഴിച്ച്. ഇല്ല, പിന്നെ മോളുടെ വീട്ടിൽ നിന്ന് ആളുകളൊക്കെ വരാറുണ്ടല്ലേ? എല്ലാരും വരും. ചോദിക്കുന്നേ എന്താ ഇങ്ങോട്ട് വന്നേ? ഞാൻ ലിലി ചേച്ചി ഒന്ന് കാണാൻ വന്നയാ. ചേച്ചി എന്തിയേ? ഞാൻ ഇപ്പൊ വിളിച്ചോണ്ട് വരാം. ലില്ലി രാവിലെ പോയോ? രാവിലെ പോയി. പറഞ്ഞെന്തോ തിരുമല ക്ഷണിക്കുന്നുണ്ട്. ഹോസ്പിറ്റലിൽ പോയതാ. ഇതൊക്കെ ഭയങ്കര പനിയായിരുന്നു. സോഫി ചേച്ചി, ഇൻഡക്ഷൻ കുറം തരുവോ? അയ്യോ, 2-3 ദിവസമായി സുലി ചേച്ചി കൊണ്ടുവരിക്കുമായിരുന്നു. ആണോ? ഞാൻ വാങ്ങിച്ചു തരാം. അല്ല വേണ്ട, ഞാൻ പോകുന്നത് വാങ്ങിച്ചോളാം. ഇക്കക്ക് സ്റ്റേഷനിൽ കൊണ്ടുപോകാനായിരുന്നു കേട്ടോ. അവിടെ ചായ ഇടാൻ അവിടെ ഇരുന്നത് കേടായി പോവുകയും ചെയ്തു. അപ്പൊ ഇത് കൊണ്ടുപോകാൻ വേണ്ടിട്ടാണ്. ഞാനും കൂടെ വരാം. അതല്ലേ മര്യാദ. ഞാനല്ലേ കൊടുത്ത ചേച്ചി. അയ്യോ, എന്താ ഞാൻ കടയിൽ പോണമ്മ. അയ്യോ, ഇവര് അങ്ങോട്ട് വരാൻ ഇറങ്ങിയതാണ്. കൊച്ചിന്റെ ഇൻഡക്ഷൻ കുക്കർ അവിടെ ഇരിക്കല്ലേ, അത് എടുക്കാൻ. അയ്യോ, ഞാൻ ഇപ്പൊ കടയിൽ പോണു, പോയിട്ട് വന്നിട്ട് എടുത്തു തരാം. മതി. തമ്പിച്ചേട്ടനെ കുറെ സാധനം വാങ്ങിച്ചു വെച്ചിരിക്കണം എന്ന് പറഞ്ഞപ്പോ പോയി വാങ്ങിച്ചോ. അവിടെ നിപ്പുണ്ടോ തമ്പിച്ചേട്ടൻ? പോയിട്ട് വന്നിട്ട് ഇനിയിപ്പൊ ഞാൻ വരണ്ടല്ലോ, വാങ്ങിച്ചോളൂല്ലോ. ഞാൻ വാങ്ങിച്ചോളാം. പോവാ. ശരി. സത്യം പറഞ്ഞാൽ ലില്ലിപ്പണ്ണ ഈ തൂപ്പ് വെറുതെയാ. എന്താ? മക്കള് തൂത്തിട്ട് അങ്ങോട്ട് പോകും, വിത്തിൻ സെക്കൻഡ് മാവ് ഒന്ന് കുലുക്കും, ഇഷ്ടം പോലെ അല്ല വീഴും. എന്ന് ഈ മാവിനെ തെറി വിളിക്കാനത് അങ്ങഞ്ചട്ടത്തേക്ക് നേരമുള്ളൂ. അങ്ങനെ നമ്മള് ഡെയിലി തൂത്തില്ലെങ്കിൽ ഇവിടെ കരയിലോണ്ട് ഇങ്ങനെ പൊങ്ങി വരും. അങ്ങനെ പൊങ്ങി വരുമ്പോ അതിട്ട് കൂട്ടിയിട്ട് കത്തിക്കണം.
വെറുതെ ഇട്ടങ്ങ് തീ കൊടുത്താ മതിയാ? തൂത്ത് കൂട്ടണം. അതിന് വേണ്ട തൂക്കണത്. പിന്നെ വെറുതെ ഇരുന്നുണ്ട് ഓരോന്നേ പറയുകയാണ്. മറ്റന്നാൾ ആകുമ്പോഴത്തേനെ എന്റെ പിള്ളേരുടെ പരീക്ഷ കഴിയും. ഇവിടുത്തെ തീരുമല്ലോ. കന്യാകുമാരി പുതിയൊരു പാലം വന്നിട്ടുണ്ട്, കണ്ണാടിപ്പാലം. മറ്റേ സ്വാമിയുടെ പാറയില്ലേ, വിവേകാനന്ദ പാറ. ആ പാറയിൽ നിന്ന് ഇപ്പുറത്തൊരു വേറൊരു മുനിയുടെ പാറയുണ്ട്. ആ പാറയിലേക്ക് കണ്ണാടിപ്പാലം വന്നിട്ടുണ്ട്. പോവാ, നമുക്ക് പോയാലോ? ഞങ്ങളെ കൊണ്ടുപോവാ. അവളും അവരുടെ ആങ്ങളെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പോകും. നമുക്ക് എല്ലാവരും സംയുക്തമായിട്ട് പോയാലോ? ട്രെയിൻ പോയാൽ ഇവിടുന്നാണ് 20 രൂപ കണ്ടുള്ളൂ കന്യാകുമാരി വരെ. അവരോട് ഇങ്ങോട്ട് വരാൻ പറ. പിള്ളേരെയും കൂട്ടിട്ട് ഇങ്ങോട്ട് വരാൻ പറ. പക്ഷെ ഇവിടുന്ന് മച്ചമ്പി പറഞ്ഞ് സെറ്റാക്കണം. ഏട്ടൻ വിടുകയൊക്കെ ചെയ്യും, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഏട്ടൻ വരുത്തില്ല, നമ്മള് പൊക്കോളാൻ പറയും. അതാണല്ലോ ഏട്ടന്റെ സ്ഥിരം പരിപാടി. അങ്ങനെ ഉണ്ടെങ്കിൽ അവളെ വിളിച്ച് പറയാം, ഇനി വരാൻ പറയാം. എന്നിട്ട് ഇവിടുന്നേ ഇവിടെ ഞാൻ കൂട്ടി വെക്കട്ടെ, എന്നിട്ട് ഇവിടുന്ന് വാരിക്കളയോ? ആരാ വെറുതെ ഒരു പണിയില്ലാതിരിക്കും. ചെറുപ്പക്കാരന്റെ മുഖത്ത് നോക്കി കരിയില്ല വരികളയുന്നു. അതിനെന്തിപ്പോ ചെറുപ്പക്കാർക്ക് കരിയില്ല കുഴപ്പം? 190/83 പ്രകാരം അത് തെറ്റാണ്. പറയാൻ പാടില്ല, ചെയ്യാൻ പാടില്ല. നീ എങ്ങോട്ട് മാറി തന്നെ കുറച്ചല്ലേ വീടായിരിക്കും. ശരി, നല്ല കോമഡി. അതൊന്ന് എഴുതി വെച്ചേക്കണേ. ഞാൻ മാറിക്കഴിഞ്ഞാൽ അല്ല വീടത്തില്ല. ചാരുമ്പോഴേ വൈകിട്ടത്തെ പരിപാടി. വൈകിട്ട് എനിക്ക് പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല. ഉറക്കം കഴിക്ക്. അപ്പൊ ഉറങ്ങിക്കോ. ഒന്ന് പുറത്തു നമുക്ക്. ഇല്ല ഒരു പരിപാടിയില്ല, ഫ്രീ ആണ്, ഉറങ്ങുന്നില്ല. ഒരു സിനിമയ്ക്ക് പോയാലോ നമുക്ക്? അടിപൊളി. ഹലോ, വെറുതെ പറയുന്നതാണ്. കഴിഞ്ഞു. ആര്? മമ്മൂട്ടി. അവർക്ക് പോകാനല്ലേ ടിക്കറ്റ് ബുക്ക് ചെയ്തത്? അവർക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്തപ്പോഴത്തേക്ക് സൂഫി അങ്ങോട്ട് പറഞ്ഞു തോണ് നമുക്ക് എല്ലാവരും ഒരുമിച്ച് പോകാന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് ടിക്കറ്റ്. മമ്മൂട്ടി സാറേ, എല്ലാ ജീവിതാവസാനം കേട്ടിട്ട് നാണമില്ലല്ലോ. ആ സൂഫി പറഞ്ഞത് കൊണ്ട് നമുക്കും കൂടെ കാണാൻ പറ്റുന്നു. അവര് ടിക്കറ്റ് എടുത്ത് നമ്മൾ പോകുന്ന അനുഭവത്തിൽ കുഴപ്പം കിഴിഞ്ഞ് ചിന്തിക്കണ്ട, വൈകിട്ട് അങ്ങ് പോയാൽ മതി. അത്രേ ഉള്ളൂ. മാത്രമല്ല ഒരു പാലിട്ട് അങ്ങോട്ടുണ്ട്. അതെ തിരിച്ച് നമ്മൾ എന്തെല്ലാം ചെയ്യുന്നവർക്ക് വേണ്ടിട്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, അവര് ടിക്കറ്റ് എന്ന പാലം ഇങ്ങോട്ട് ഇട്ടെങ്കിലേ നമുക്ക് ഫുഡ് എന്ന് പോലെ അങ്ങോട്ട് ഇടാം. ഞാൻ ആ പാലം കെട്ടണോ വേണ്ട ഞാൻ തീരുമാനിച്ചോളാം. എന്നാലും വൈകുന്നേരം വല്ല ജോലിയെല്ലാം ഉണ്ടാ? ഏട്ടൻ പറ്റിക്കണ പോലെ അല്ലല്ലോ. ഇതിപ്പോ അവരായതുകൊണ്ട് കുഴപ്പമില്ല. എന്നെ അത്ര വിശ്വാസമില്ല, തീരെ വിശ്വാസമില്ല. വാഗ്ദാനങ്ങൾ കുറെ കൊടുത്തിട്ടുണ്ട്, നടപ്പിലാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ എന്താ പാലത്തിന്റെ തോണിയുടെ കാര്യം പറഞ്ഞിട്ട് വെക്കേഷനെ കന്യാകുമാരിയിൽ കണ്ണാടിപ്പാലം വന്നിട്ടുണ്ട്. അപ്പം പിന്നെ റോസ്മിനിയുടെ ആങ്ങളെ പിള്ളേരെയും കൊണ്ട് പോകുന്നുണ്ട്, എന്റെ പിള്ളേരും ഞാനും പോകുന്നുണ്ട്. നമുക്ക് എല്ലാവരും കൂടെ പോയാലോ? ട്രെയിനകത്തൊരു യാത്രയാവും, കണ്ണാടിപ്പാലം കാണാൻ തിരമാല എണ്ണ. അത് ആലോചിച്ചിട്ട് പറയാം. ആദ്യം സിനിമയ്ക്ക് പോകാൻ സെറ്റാ. ഒരു കാര്യം ചെയ്യാം, ഇക്കാര്യം ഞാൻ മമ്മൂട്ടി സാറിനോട് അവതരിപ്പിക്കാം. മമ്മൂട്ടി സാർ പറയുമ്പോഴത്തേനും അച്ഛൻ കേൾക്കും. അങ്ങനെയാണെങ്കിൽ നടക്കും. അപ്പൊ നമ്മൾ പറഞ്ഞോണ്ട് വന്നത് ഒരു ചാക്ക് എന്തെങ്കിലും എടുത്തോണ്ട് വാ. ഇതൊന്നും വാരാൻ ഈ 4, 3, 7 കരിയില വരാനോ? എന്റെ ലില്ലിമോൾ അങ്ങനൊന്നും ചെയ്ത് പഠിക്കില്ല. അങ്ങനെ പറയരുത് പ്രായത്തിൽ മൂത്തവരോട്. വെറുതെ ഇരുന്ന് ചെന്ന് ശീലമായിപ്പോയി, പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ ചെന്ന് ഒച്ചപ്പാടും ബഹളവും നിൽക്കണ്ട, പോയത് സമാധാനമായിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ. ലില്ലി, ലില്ലി എന്തോ? ലില്ലി, ആ ഇൻഡക്ഷൻ കുക്കർ കാണാനില്ല അവിടെ. കാണുന്നില്ലെന്നാ? സൂഫിക്ക് കൊടുത്തില്ലേ? അല്ല, ഇന്നലെ സൂഫി കുറെ പ്രാവശ്യം ചോദിച്ചേ, എനിക്ക് കൊടുക്കാൻ പറ്റിയില്ലായിരുന്നു. ഇന്ന് നോക്കിയപ്പോ കാണാനില്ല. എന്റെ കർത്താവേ, അവിടെ ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ പോയി എന്ത് ചെയ്യാനാ? പാലും ഇതൊക്കെ തുറന്നിട്ട് അവളെ അങ്ങോട്ട് കൊണ്ട് കയറി ഇറങ്ങി നടക്കും. സാധനം പോയി കഴിഞ്ഞാൽ ഇത് ആരും ഉത്തരവാദിത്വം പറയും. അവരവന്റെ സാധനം അവനെ സൂക്ഷിക്കണമെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുള്ള. ഇവിടെ അങ്ങനെ തന്നെ. ഈ മുമ്പ് വശവും തുറന്നിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇറങ്ങി നടക്കും. വല്ല വഴിപോക്കരും വന്നിട്ട് ആ മൂലയില മൂക്കയില അപ്പൊ ഇരുന്ന് ആരെങ്കിലും അറിയോ? കൈ കിട്ടുന്നിടത്തോണ്ടങ്ങ് പോവും. അതൊക്കെ സൂക്ഷിക്കണം പെൺപിള്ളേര്. അതല്ല, വേറെ വല്ലതും പോയാ? ഇല്ല, അത് മാത്രമേ കാണാറുള്ളൂ. അത് മാത്രം എടുത്തോണ്ട് പോയാ? എന്താ പറയും? ദൈവം, എന്നെ സൂഫിയോട് എന്ത് പറയും? മമ്മൂട്ടി സാറും അയൽവക്കാരൊക്കെ ഇവിടെ വന്നിരിക്കണേ. ഏട്ടാ, പിന്നെ സുലിച്ചേച്ചരൊക്കെ വീട്ടിൽ കള്ളം കേറിയെന്ന്. ഞാൻ സൂഫിയുടെ ഒരു ഇൻഡക്ഷൻ കുക്കർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിപ്പോ കാണുന്നില്ലെന്ന്. അത് മാത്രമേ എടുത്തോളൂ? അത് വേറെ എന്തെങ്കിലും ഉണ്ടോ? അത് മാത്രം എടുത്തോളൂ. അത് മാത്രമായിട്ട് എടുത്തോണ്ട് പോയാ? അത് മാത്രല്ലേ പോയുള്ളൂ. മൊത്തം നോക്കിയോ? വീട് മൊത്തം നോക്കിയോ? വേറെ എന്തെങ്കിലും പോയിട്ടുണ്ടോ? ഇവിടെ നിന്നൊക്കെ പോയിട്ടുണ്ടോ? ഇല്ല, ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ആകെ പോയിട്ടില്ല അവിടെ മാത്രമല്ലേ? ഈ സാധനം മാത്രം? അത് ലോക്കലായിട്ടുള്ള ആരെങ്കിലും എടുത്തനായിരിക്കും. ലോക്കൽ കള്ളന്മാരാണെങ്കിൽ അവന്മാർ സംഘം തന്നെ വർക്ക്ഷോപ്പിൽ വാക്കറി കടയിലൊക്കെ ആയിരിക്കും. എന്തൊരു വർത്താനോ സാറേ? ഞങ്ങൾ വർക്ക്ഷോപ്പ് ജീവിക്കാൻ വേണ്ടിയാണ് വർക്ക്ഷോപ്പ് ഇരിക്കുന്നത്. നമുക്ക് അവിടെ മോട്ടിക്കേണ്ട കാര്യം എന്താണ്? അവർക്കുള്ള ഇങ്ങനെ ഈനാൻ വെച്ച് ഈ ഇൻഡക്ഷൻ കുക്കർ അവിടെ കൊണ്ടുപോയിട്ട് ഓയിൽ ചൂടാക്കാം. എല്ലാരും ജീവിക്കാൻ വേണ്ടി തന്നെ ചെയ്യുന്ന. അല്ല, റൊണാൾഡോ ഇത്ര ലാഘവത്തോടെ പറഞ്ഞ കേട്ടതൊന്ന് റൊണാൾഡിന് പങ്കുണ്ടെന്നാണല്ലേ? എന്നെ സംബന്ധിച്ചവരാണെങ്കിൽ എനിക്ക് ഈ നിൽക്കുന്ന റൊണാൾഡിന് ചിലപ്പോൾ കള്ളനാടൊക്കെ തോന്നാറുണ്ട്.
ചില കളത്തലങ്ങളൊക്കെ ഇങ്ങളും കാണിക്കാറുണ്ട് വല്ലപ്പോഴും. കാണിച്ചെന്ന് പറഞ്ഞു എന്തെങ്കിലും ഒന്ന് കണ്ടില്ല എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ റൊണാൾഡോ അച്ചാച്ചന്റെ പേര് പറയണത്. നിങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞത് ആ പിന്നെ അത് ഞാൻ പറഞ്ഞത് വർഷോപ്പുള്ളവർ ജീവിക്കാൻ വേണ്ടിട്ടാ. ഇങ്ങനെ ലോക്കലായിട്ട് ഇവിടെ വന്നെങ്കിൽ കിട്ടുന്ന സാധനം എടുത്തോണ്ട് നാടോടികളായിട്ട് അല്ലല്ലോ ഒരു സാധനം കണ്ടില്ലെന്ന് പറയുന്നത് റൊണാൾഡോ അച്ചാച്ചനെ പറയണത്. ഞാൻ പറഞ്ഞ കാര്യം അതിലുള്ളൂ. നമുക്കിപ്പോ നഷ്ടപ്പെട്ട സാധനത്തെ അന്വേഷിക്കുകയാണ് വേണ്ടത് അല്ലേ? നമ്മൾ പരസ്പരം പഴിയാളിയല്ലേ വേണ്ടത്? എന്ത് കാണാതെ എന്നെ കുറ്റം പറയേണ്ട കാര്യം സാറേ എന്റെ ഇൻഡക്ഷൻ കുക്കർ കാണാതെ പോയെങ്കിൽ അത് അന്വേഷിക്കാനുള്ള ചുമതല എനിക്കുണ്ട്. അത് ഏത് വഴിയും അത് എടുത്തോമാർ ആരായാലും അത് കറക്റ്റ് വീട്ടിൽ കൊണ്ടുതരും. അവിടെ നന്നായിട്ട് നോക്കിയാ സുലി ചേച്ചി. സുൽജിച്ച് ഒന്നുകൂടെ പോയി നോക്കിയ ചെല്ലേ. വാ ഇതൊക്കെ എന്തോടെ വീട്ടിലെ ആളുകൾ ഇരിക്കാൻ പറ്റാത്ത കണ്ടീഷനായല്ലേ? അത് മാത്രമായിട്ട് എടുത്തോണ്ട് പോയി. തമ്പിച്ചേട്ടൻ്റെ മുടി കെട്ടാറായി. മുടി കെട്ടാൻ പോവാ. കെട്ടിയല്ല വെട്ടാറായി. ആ വെട്ടി പരിപാടിയില്ലാതെ വിഷമിച്ച്. പക്ഷെ എങ്ങനെ മുമ്പോട്ട് പോകുന്നു ഇങ്ങനെ ആലോചിക്കുന്നു. എന്തിനെങ്കിലും ജോലിക്ക് പോകണം. 1-2 സമിതി വിളിച്ചിട്ടുണ്ട്. പിന്നെന്ത് പൊയ്ക്കൂടെ? പോകാതെ അഡ്വാൻസ് ഒന്നും തരത്തില്ലെന്ന് പറഞ്ഞു. അഡ്വാൻസ് വേണ്ട, നമുക്ക് നാടകം കഴിയുമ്പോൾ പൈസ കിട്ടിയാൽ പോരേ. അതെ 15 പരിപാടിയേ ഉള്ളൂ. മതിയല്ലോ. മാസത്തിൽ 10-15 പരിപാടി എന്നല്ല പറഞ്ഞത്. പിന്നെ വർഷത്തിൽ ആകെ 15 പരിപാടി ഉണ്ടാകത്തുള്ളൂ. നിങ്ങൾ എങ്ങും പോണ്ട. ഇതെവിടെ പോണോ? ചെക്കപ്പ് ഉണ്ട് ചേച്ചി, ഹരി ഡോക്ടറെ കാണാൻ. സാറേ ഇൻഡക്ഷൻ കുക്കർ പോയതിനെ കുറിച്ച് വല്ല അന്വേഷണം ആയോ സാറേ? അല്ല പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഡോഗ് സ്ക്വാഡ് ഇന്ന് വരും. ഒരു പോലീസുകാരന്റെ വീട്ടിൽ കയറി ഈ കുക്കർ മോട്ടിക്കാൻ കഴിവുള്ള ആരാണെന്ന് അറിയണമല്ലോ. അതിന്റെ സീരിയസ് സെൻസ് എടുത്തോണ്ട് പോയാൽ മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? അപ്പോ നിങ്ങളെന്ത് മനുഷ്യ പേടിച്ചിരിക്കണ? എന്തോ എനിക്ക് ഇവിടുന്ന് എന്തോ കത്തുന്ന പോലെ. നാളെ ആ പട്ടി വന്നാ മിക്കവാറും പണി കിട്ടും. അത് നിങ്ങൾക്ക് എന്ത് പട്ടി വന്നേന്? ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ എന്നെ അവിശ്വസിക്കുമോ? പറ എന്തെന്ന്. എന്നെ വഴക്ക് പറയുമോ? എന്നോട് മറ്റെന്തെങ്കിലും തോന്നുമോ? തമ്പിച്ചേട്ടാ നിങ്ങൾ പറയണെങ്കി പറ. അല്ല അപ്പൊ ഞാൻ എടി ആ ഇൻഡക്ഷൻ കുക്കറേ നമ്മുടെയാണെന്നും പറഞ്ഞ് ഞാനത് എടുത്തത്, ഞാൻ കൊണ്ട് വിറ്റത്. കൊള്ളാ. നിങ്ങൾക്ക് നോണുണ്ടോ മനുഷ്യ? എന്നോടെങ്കിലും ഒരു വാക്ക് പറഞ്ഞാ നിങ്ങള്? ഞാൻ അറിഞ്ഞില്ലല്ലോ, നമ്മുടെ ആണെന്നല്ലേ എന്റെ വിചാരം. ഞാനത് എന്റെ ദൈവമേ, ഞാൻ ഇനി എന്ത് ചെയ്യും? നാളെ പട്ടി വന്നാൽ എനിക്കിട്ട് വേടി കിട്ടും. ലില്ലി വരണു. ലില്ലിയോട് പറയാ. വേണ്ട പിന്നെ ലില്ലിയോട് പറയാ. ഇങ്ങോട്ട് വന്നോ. അത് പറയണ്ട. എടി എന്നെ കളനാക്കല്ലേ. അയ്യോ എടി എന്നടി കൊള്ളൻ എന്നുള്ള പേരും കൂടെ ഉള്ള കിട്ട. ലില്ലി ഒരു അബദ്ധം പറ്റില്ലേ? എന്തു പറ്റി? അല്ല ഒന്നും തോന്നരുത്, ആരോടും പറയുകയും ചെയ്തരുത്. എന്താന്ന്? ഞാൻ ആ ഇൻഡക്ഷൻ കുക്കർ ഉണ്ടല്ലോ, അത് ഈ മനുഷ്യനെ അടുത്ത് വിറ്റത്. ഞാനത് കാശിനാവശ്യം ഒന്നും വിൽക്കണ്ട്. എന്റെ കർത്താവേ. അയ്യോ എന്നിട്ട് എന്ത് പറയാഞ്ഞത്? അല്ല അത് പറയാൻ പറ്റില്ല. ഞാനത് ഞങ്ങളുടെ ഞാൻ വിചാരിച്ചത്, ഇവളത് പറഞ്ഞില്ല എന്നോട്. അത് എവിടെ കൊണ്ട് വിറ്റ്? ഞാൻ ആ തിരുമല ആ ഓടുകടയില്ല, ആ ഓടൊക്കെ വിൽക്കുന്ന കടയുണ്ട്, അവിടെ കൊണ്ട്. എത്ര രൂപയ്ക്ക്? 1000 രൂപ. എന്റെ പൊന്ന് തമ്പിച്ചേട്ടൻ, അത്രക്ക് അത്യാവശ്യമായിരുന്നു തമ്പിച്ചേട്ടന്. എന്നിട്ട് അവിടെ കിടന്നോണ്ട് റൊണാൾഡോ അച്ചാച്ചനാണ് എടുത്തെന്ന് പറഞ്ഞ് എന്തൊരു പ്രഹസനമായിരുന്നു. അപ്പോഴെങ്കിലും വാതോർന്ന് പറയായിരുന്നില്ലേ? എന്റെ പൊന്നെ പറ്റിപ്പോയി, ക്ഷമിക്കണം. ലില്ലി എന്തെങ്കിലും ഒന്ന് ചെയ്യില്ലേ? എന്തെങ്കിലും രക്ഷിക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ ഞാൻ. ഇതിപ്പോ 1000 രൂപ കൊടുത്താൽ ഞാൻ അവർ തിരിച്ചു തരുമോ സാധനം? കൊടുത്താൽ കിട്ടും, പക്ഷെ ഇപ്പൊ അവിടെ ചെന്നാൽ കാണുമെന്നുള്ളത്. എന്നാലും നോക്കാം, കാണും, നോക്കാം. പൈസ കിട്ടും. പൈസ ഇല്ലേ? ഇല്ല. എന്റെ സുലിച്ചേച്ചിയുടെ കുടുംബശ്രീ നിക്ഷേപത്തിൽ നിന്ന് എടുത്ത് കൊടുക്കട്ടെ 1000 രൂപ. എന്നിട്ട് എങ്ങനെയെങ്കിലും വാങ്ങിച്ചോണ്ട് പോവാ. വാങ്ങിച്ചോണ്ട് വന്നിട്ട് ഏട്ടനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കാം. എന്തൊരു പാടം നോക്കണേ. വാ, ഇതൊക്കെ കുറച്ച് കൂടുതലാണ് കേട്ടോ തമ്പിച്ചേട്ടാ. പറയാതിരിക്കാൻ പറ്റൂല. ഞാൻ ആരോടും പറയല്ലേ ഇനി. എന്നാലും തമ്പി ആള് മോശമല്ലല്ലേ സുലു? സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ മോഷണം തുടങ്ങിയ പിന്നെ എങ്ങനെയാണ്? അത് മാത്രമാണ്. ഇങ്ങനെ ആക്കാൻ എന്തുവാ? അതുകൊണ്ട് എന്നെ മണ്ടേ ചാർത്താൻ നോക്കിയില്ലേ? വിഷമിച്ചിരിക്കല്ലടാ. പിന്നെ എന്തൊരു വിഷമാണ്? എന്തോന്ന് മിണ്ടാതി എന്തോന്ന് പറഞ്ഞു ഇവിടെ? അറിയാമ്മ, മറ്റുള്ളവരെ മണ്ട കൊണ്ട് കുറ്റം ചാർത്താൻ വല്ല എടുക്കായിരുന്നല്ലോ മാന്യനായിട്ട്. കഴിഞ്ഞല്ലോ, കാര്യം കഴിഞ്ഞല്ലോ. എങ്ങനെ കഴിയുന്നത്? അമ്മ ചുമ്മാരിക്കമ്മ. ഈ പോക്ക് വെറുതെ വിറ്റ സാധനം നേരെ തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. അത് അവിടെ നിന്ന് അപ്പോഴേ മറിയും. ചുമ്മാ എല്ലാത്തിനും എന്താ നെഗറ്റീവ് പറയുന്നത്? മമ്മൂട്ടി സാറേ, ഇതുവഴി ഒന്ന് വന്നാട്ടെ. എന്തായി? റിസൾട്ട് കിട്ടിയില്ല.
നാളെ കുഴപ്പമൊന്നുമില്ല ഇല്ല കുഴപ്പമൊന്നുമില്ല. മമ്മൂട്ടി സാർ എന്താ പറഞ്ഞേ? വർക്ക്ഷോപ്പ് കേന്ദ്രീകരിച്ച് ഞങ്ങളൊക്കെ ഭയങ്കര കൊള്ളയും കൊലയാണെന്ന്. സാറിന്റെ ഇൻഡക്ഷൻ കുക്കർ കട്ട കള്ളം കപ്പലിൽ തന്നെ ഉണ്ട്, അറിയാവോ? അപ്പല്ല ആ അതാര് ചോദിച്ചോക്ക്, ഇവര് പറയും. ആര് സാറേ? തമ്പിയാണ്. നിനക്കെങ്ങനെ മനസ്സിലായി? അമ്മയുടെ തന്നെ പറഞ്ഞു. എന്തോന്ന് പറഞ്ഞേ? ഇവിടെ ഒന്ന് പറഞ്ഞു, ഞാൻ എടുത്തേന്ന് പറഞ്ഞു. മറ്റേ ഷാഡോ പോലീസോ പട്ടിയൊക്കെ മണപ്പിക്കാമെന്ന് പറഞ്ഞപ്പോ പേടിച്ചു പോയി. അപ്പൊ സത്യം പുറത്തു വന്നു. അല്ല പിന്നെ സാധനം കിട്ടുമായിരിക്കും. സാധനം കിട്ടുമെന്ന് പറഞ്ഞാ അത് എടുക്കാൻ വേണ്ടി തമ്പി എവിടെ? അല്ല സൂഫി, ഇത് കിട്ടിയില്ലെങ്കിൽ വേറെ വാങ്ങിച്ചതാ, പുതിയത് വാങ്ങിച്ചത്. അയ്യോ എന്റെ പൊന്നി വെച്ചാ ഒന്നും വേണ്ട. തമ്പിച്ചേട്ടനെ ഇവിടെ അടുത്തൊരു കടയിലാണ് അത് വിറ്റത്. അപ്പൊ ആ പൈസയായിട്ട് പോയിട്ടുണ്ട്. ഇപ്പൊ അത് കൊണ്ടുവരും. ടെൻഷൻ ഒന്നും അടിക്കേണ്ട കാര്യമില്ല, സാരമില്ല. അല്ല കിട്ടണമെങ്കിൽ മേടിക്കാമല്ലോ. എന്തായാലും അദ്ദേഹം പോയിരിക്കല്ലേ. തൊണ്ടി മുതലും പിടിച്ച് കള്ളം വരുന്ന കാഴ്ച കണ്ടിട്ടുണ്ടോ? സങ്കടമുണ്ടോ അച്ചമ്മി? അതുകൊണ്ടാ തീരട്ടെ. 100% പ്രകൃതിദത്തവും ശാസ്ത്രീയവുമായി നിർമ്മിച്ച ഡോക്ടർ ഫുഡ് ന്യൂട്രി നാച്ചുറൽ ബനാന പൗഡർ നമ്മുടെ പൊന്നോമനകൾക്ക് നൽകാം പ്രകൃതിയുടെ രുചിയും സുരക്ഷിതത്വവും. ഡോക്ടർ ഫുഡ് ന്യൂട്രി ബനാന പൗഡർ ഫ്രം ദ ഹൗസ് ഓഫ് ഡോക്ടർ ഫുഡ്. നമുക്ക് പിന്നെ സംസാരിക്കാം. ഭാഗ്യത്തിന് അവിടെ ചെന്നപ്പോൾ ഉണ്ടായിരുന്നു. പൈസ കൊടുത്തപ്പോൾ മറിഞ്ഞെങ്കും പോയില്ല. അല്ല തമ്പിയുടെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾ വെള്ളം അടിക്കുകയും ബഹളം ഉണ്ടാക്കുകയും എന്തുവേണം ചെയ്തോളൂ, നമുക്കതിലൊന്നും പരാതിയില്ല. നിങ്ങളെ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീയല്ലേ അത്. വീട്ടിൽ കിടക്കുന്ന സാധനങ്ങൾ എടുത്തുകൊണ്ട് വിറ്റിട്ട് വെള്ളം അടിക്കേണ്ട വല്ല കാര്യം ഉണ്ടാകും? മോശമല്ലേ ഇതൊക്കെ? മേളിൽ താമസിക്കുന്ന ആൾക്കാരുടെ സാധനമൊക്കെ മോശം, ഇത് കള്ളനായി മാറുമല്ലേ നിങ്ങൾ? നിങ്ങൾ നല്ലൊരു കലാകാരനല്ലേ നിങ്ങൾ? നിങ്ങൾ എന്തിനാ ചെയ്തത്? പരിപാടി ഒന്നുമില്ല സാറേ. ഇത്ര നാളായിട്ട് വീട്ടിൽ കുത്തിയിരിക്കുന്നറിയോ? വീട്ടിലെ സാധനങ്ങൾ തീരുമ്പം ഞാനൊരാണല്ലേ, ഒരു ഭർത്താവല്ലേ, എനിക്ക് വാങ്ങി കൊടുക്കില്ല. എന്റെ കാശില്ല സാറേ, പറ്റിപ്പോയി. എത്ര നാളായെന്നറിയോ പരിപാടികളൊക്കെ കളിച്ചിട്ട്. 10 മണി കഴിഞ്ഞാൽ പരിപാടിയില്ല ഞങ്ങൾക്കാർക്കും, ഒരു ക്ഷേത്രങ്ങളിലും. മുമ്പാരെ വരെ പൂജകളും കാര്യങ്ങളും ക്ഷേത്രത്തിൽ നടക്കും. പിന്നെ അരമണിക്കൂർ കൊണ്ട് സാറിനെപ്പോഴുള്ള ആൾക്കാർ വന്നല്ലോ ഞങ്ങളുടെ പരിപാടി നിർത്തുന്നു. ഞങ്ങൾക്ക് ജീവിക്കണ്ടേ സാറേ? അല്ലേ, എന്നോട് പൊറുക്കണം അമ്മേ. മേലിൽ ആവർത്തിക്കരുത് കേട്ടാ, ഇങ്ങനെയൊന്നും പാടില്ല. കള്ളനായതല്ല സാറേ, സഹകരി എന്നോട് ക്ഷമിക്കണം സാറേ. ഇത് എൻ്റെ അവസ്ഥ മാത്രമല്ല സാറേ, ഈ സ്റ്റേജ് കൊണ്ട് ജീവിക്കുന്ന കലാകാരന്മാർക്ക് എല്ലാവർക്കും വളരെ വിഷമത്തില്ല. ആർക്കും അവരുടെ വേദന അറിയുന്നില്ല, പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. തമ്പിയണ്ണ, നമ്മളൊക്കെ ഇവിടെ ഉള്ളവരല്ലേ, നമ്മുടെ അടുത്തൊക്കെ തൊട്ട് അയൽവാസികളല്ലേ ഞങ്ങള്. ഞങ്ങളോട് ചോദിക്കണ്ടേ? ഇത്രയും കണ്ട സാറേ ബുദ്ധിമുട്ടിക്കുന്നു. ബുദ്ധിമുട്ടല്ലാതെ ജീവിച്ചു പോകണം, അത്രേ ഉള്ളൂ. സുലിച്ചേച്ചിക്കാണെങ്കിലും ചോദിച്ചൂടെ? ഞങ്ങൾ അന്യനായിട്ടാണോ കണ്ടേക്കുന്നത്? ഇനിയേ ഈ പൈസ ഒന്നും കൊടുക്കണ്ട, അത് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. പിന്നെ വിഷമിക്കേണ്ടെന്നേ, ഈ മാസത്തേക്കുള്ള വീട്ടിലേക്കുള്ള വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഞങ്ങൾ മേടിച്ച് തരാം. ഇതിലൊന്നും ഒരു കാര്യം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾക്ക് നാളെ ഇല്ലെങ്കിൽ നിങ്ങൾ തരണ്ടേ? അങ്ങനെയല്ലേ അയൽവാസം എന്ന് പറഞ്ഞാൽ? അങ്ങനെയല്ലേ ഒരു വീട്ടിലെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹിച്ച് ബഹുമാനിച്ച് കഴിയണ്ടേ നമ്മള്? പരസ്പരം അറിഞ്ഞു കഴിയേണ്ടവരല്ലേ നമ്മള്? സാരല്ലെന്നേ.